ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഒരു LLB ഒക്കെ ചെയ്യാൻ ഇങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്ത ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു സുവർണ അവസരം വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ പ്രസ്റ്റീജിയസ് ആയ ഒരു യൂണിവേഴ്സിറ്റി ആയ ക്യുസാറ്റ്, കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ LLB എൻട്രൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്യുസാറ്റിലേക്കുള്ള LLB സീറ്റുകളിലേക്ക് നടത്തുന്ന എൻട്രൻസിന്റെ പേരാണ് ക്യുസാറ്റ് കാറ്റ്. ഓക്കെ, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. അപ്പോൾ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ LLB പ്രോഗ്രാംസിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ LLM പ്രോഗ്രാംസിനെ പറ്റി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ഫോർ ദ കണ്ടന്റ്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് പരിശോധിക്കാം, ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ക്വാളിഫിക്കേഷൻസ്, കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടെ LLB ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനലിൽ, അതായത് നമ്മുടെ ലീഗൽ ചാനലിലെ കണ്ടന്റ്സ് ഒക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ LLB പ്രിപ്പറേഷനായി ബന്ധപ്പെട്ടുള്ള ക്യുസാറ്റിൻ്റെ എക്സാമായൊക്കെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നമ്മൾ ലീഗൽ T20 സീരീസ് തുടങ്ങി അതിലേക്ക് നമ്മൾ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ ഇനിയും കണ്ടന്റ്സ് വരുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് LLB അവിടെ 5 ഇയർ LLB ഉണ്ട്. ഓക്കെ, 5 ഇയർ LLB ഉണ്ട്. അത് ക്യാമ്പസ് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ 30 സീറ്റാണ് ഉള്ളത്. ഓക്കെ, 5 ഇയർ LLB, 5 ഇയർ BB LLB ആണ്. ഓക്കെ, സബ്ജക്റ്റ് BB LLB ആണ്. BB LLB 30 സീറ്റുകളാണ്. അത് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ്. പിന്നെ അതുപോലെ തന്നെ 5 ഇയർ BCom LLB ഉണ്ട്. ഓക്കെ, 5 ഇയർ BCom LLB, 5 ഇയർ BB LLB ഉണ്ട്, 5 ഇയർ BCom LLB ഉണ്ട്. അത് സെയിം ക്യാമ്പസ് തന്നെയാണ്. അത് 30 സീറ്റുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ 5 ഇയർ BSc LLB, അതായത് BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് LLB ഉണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു കോഴ്സാണിത്. ഓക്കെ, 5 ഇയർ BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് LLB, അത് 25 സീറ്റുകളാണുള്ളത്. അപ്പോൾ 3 തരം LLB പ്രോഗ്രാംസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, 5 ഇയർ BB LLB, 5 ഇയർ BCom LLB, അതിന് 5 ഇയർ BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് LLB. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. നമുക്കറിയാം, ആ ഒരു എൻട്രൻസ് എഴുതണമെങ്കിലുള്ള നമുക്കൊരു ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നമ്മൾ അനുസരിച്ചിരിക്കണം. അപ്പോൾ 5 ഇയർ BB LLBയുടെയും 5 ഇയർ BCom LLBയുടെയും ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. 5 ഇയർ BB LLBക്കും 5 ഇയർ BCom LLBയും സയൻസ് ആണെങ്കിൽ, പ്ലസ് ടുവിൽ സയൻസ് ആണെങ്കിൽ, ഓക്കെ, 60% മാർക്കോടെ, മിനിമം മാർക്കോടെ പാസ്സായിരിക്കണം. ഓക്കെ, 60% മിനിമം ഉണ്ടോ നമുക്ക് എൻട്രൻസ് എഴുതാം. നമുക്ക് ഇനി കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ ആണെങ്കിൽ 55% മതി. ഓക്കെ, 55% മതി പ്ലസ് ടു. ഓക്കെ, കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിനും 50% മതി പ്ലസ് ടുവിൽ. സയൻസുകാരാണെങ്കിൽ 60% പ്ലസ് ടുവിൽ വേണം. ഇനി SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 50% മാർക്കാണ് പ്ലസ് ടുവിൽ വേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ SC ST കാറ്റഗറീസ് മാത്രം, SC BC കാൻഡിഡേറ്റ്സ്, അതായത് സോഷ്യൽ ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, നമ്മുടെ OBC, മുസ്ലിം, ഈഴവ, അങ്ങനത്തെ ഉള്ള എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയ ക്ലാസ്സസിനും അവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് 50% മാർക്ക് മതി. ഓക്കെ, ഇനി നമുക്ക്, അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് 5 ഇയർ BB LLBയുടെയും 5 ഇയർ BCom LLBയുടെയും ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ. ഇനി നമുക്ക് 5 ഇയർ BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് LLBയുടെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നോക്കാം. ഓക്കെ, അതിൽ നമുക്ക് പ്ലസ് ടുവിൽ മാത്സിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. പ്ലസ് ടുവിൽ മാത്സിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ 50% മാർക്ക് നമുക്ക് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ടോട്ടൽ പ്ലസ് ടുവിൽ 65% മിനിമം ഉണ്ടാവും. ഓക്കെ, ടോട്ടൽ പ്ലസ് ടുവിൽ 65% മിനിമം ഉണ്ടാവണം. അത് SC BC കാറ്റഗറീസിനാണ്. ഈ SC ST അതുപോലെ തന്നെ മറ്റുള്ള OBC കാറ്റഗറീസിനൊക്കെ റിലാക്സേഷൻ ഉണ്ട്. അത് ഇതിൽ പറയുന്നില്ല, യൂണിവേഴ്സിറ്റി ഓർഡർ ഇറക്കും. അപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് LLBക്ക് പ്ലസ് ടുവിൽ മാത്സ് ഫോർ കമ്പ്യൂട്ടർ സയൻസിന് 50% മാർക്ക് മുകളിലും വേണം. ജനറൽ കാറ്റഗറി ആണെങ്കിൽ പ്ലസ് ടുവിന് 65% മാർക്ക് മിനിമം വേണം. ഓക്കെ, ബാക്കിയുള്ള കാറ്റഗറീസിന് അതിൽ കൺസെഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എൻട്രൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ 5 ഇയർ BB LLBക്കും 5 ഇയർ BCom LLBക്കും അതുപോലെ തന്നെ 5 ഇയർ BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് LLBക്കും ഒറ്റ എൻട്രൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒറ്റ സിലബസ് തന്നെയാണ്. ടെസ്റ്റ് കോഡ് 201, 150 ചോദ്യങ്ങൾ, 150 ചോദ്യങ്ങളാണ് ടോട്ടൽ ഉള്ളത്. ഒരു ക്വസ്റ്റിന് 3 മാർക്ക്, നെഗറ്റീവ് മാർക്ക് -1. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് മെയിനായിട്ട് നോക്കാം. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിന് 25 ചോദ്യങ്ങളുണ്ടാവും. ഓക്കെ, ലോയിൽ നിന്ന് 25 ചോദ്യങ്ങൾ, റീസണിങ് ഓർ ലോജിക്കൽ തിങ്കിങ് 50 ചോദ്യങ്ങൾ, പിന്നെ ഇംഗ്ലീഷിൽ നിന്ന് 50 ചോദ്യങ്ങൾ, പിന്നെ GK ആൻഡ് കറണ്ട് അഫയേഴ്സിന് 25 ചോദ്യങ്ങൾ. അപ്പോൾ
ഇവർക്ക് സത്യമായ ലോയിനെക്കാട്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റീസണിങ് ആൻഡ് ലോജിക്കൽ തിങ്കിങ്ങിനും അതുപോലെ ജനറൽ ഇംഗ്ലീഷിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പാർട്ട് 1-നും 2-നും ഒരേ വെയിറ്റേജാണ്, 50% വെയിറ്റേജാണ്. പാർട്ട് 1-ന് 50%, പാർട്ട് 2-ന് 50%. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അവിടുത്തെ ഉള്ള 5 ഇയർ LLBയിലുള്ള. അപ്പോൾ 5 ഇയർ LLB 3 പ്രോഗ്രാംസ് ഉണ്ട്, BCom LLB, BBA LLB, 5 ഇയർ BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് LLB. ഇനി നമുക്ക് 3 ഇയർ LLB നമുക്ക് നോക്കാം. ഓക്കെ, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർക്ക് ചേരാൻ പറ്റുന്ന 3 ഇയർ LLB. ഓക്കെ, 5 ഇയർ LLBയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. +2 കഴിഞ്ഞ് ആർക്കും തന്നെ 5 ഇയർ LLB എഴുതാം. പക്ഷേ 3 ഇയർ LLB എഴുതണമെങ്കിൽ ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. അപ്പോൾ 3 ഇയർ LLB 40 സീറ്റാണ് മെയിനായിട്ടുള്ളത്. 40 സീറ്റുകളുള്ള ഓരോ കാറ്റഗറി വെച്ചുള്ള ഡിവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ 3 ഇയർ LLBക്ക് നമ്മൾ ചേരണമെങ്കിൽ ഡിഗ്രിയിൽ 50% മാർക്കോടെ പാസ്സായിരിക്കണം. ഓക്കെ, ഡിഗ്രിക്ക് 50% മാർക്കോടെ പാസ്സായിരിക്കണം. SC ST SC BC കാൻഡിഡേറ്റ്സിന് 45% മതി. SC ST SC BC കാൻഡിഡേറ്റ്സിന് 45% മാർക്ക് മതി. ഓക്കെ, ബാക്കി ജനറൽ കാറ്റഗറീസിനൊക്കെ 50% മാർക്ക് ഡിഗ്രിക്ക് ഉണ്ടാവണം. ഇനി അവരുടെ എൻട്രൻസ് പാറ്റേൺ നമുക്ക് നോക്കാം. 619 ടെസ്റ്റ് ബോർഡ്, സെയിം മാർക്ക് 150 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വരും. ഓക്കെ, അതും പാർട്ട് 1-ഉം 2-ഉം ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 50 ചോദ്യങ്ങൾ, ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 50 ചോദ്യങ്ങൾ, ലോജിക്കൽ റീസണിങ്ങിൽ നിന്ന് 25 ചോദ്യങ്ങൾ. ഓക്കെ, പിന്നെ ഇംഗ്ലീഷിൽ നിന്ന് 25 ചോദ്യങ്ങൾ, കോംപ്രഹെൻസീവ് എബിലിറ്റിയിൽ നിന്ന് 25 ചോദ്യങ്ങൾ, GK ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് 20 ചോദ്യങ്ങൾ. ഓക്കെ, ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 50 ചോദ്യങ്ങളും ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ സബ്ജക്ട്സിന് 25 ചോദ്യങ്ങൾ വെച്ച് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 3 ഇയർ LLBക്ക് അവരുടെ എൻട്രൻസിന് ലോയ്ക്കാണ് വെയിറ്റേജ് കൂടുതൽ. ഓക്കെ, 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബാക്കിയുള്ള അതർ സബ്ജക്ട്സ് എല്ലാം കൂടെ ഈച്ച് 25 ചോദ്യങ്ങൾ വെച്ചാണ് ചോദിക്കുന്നത്. പിന്നെ പാർട്ട് 1-നും 2-നും സിമിലർ വെയിറ്റേജ് ആണ്, 50% വെയിറ്റേജ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ 3 ഇയർ LLB ഇതാണ്. അപ്പോൾ 5 ഇയറിന് 3 പ്രോഗ്രാമും 3 ഇയർ ഒരു പ്രോഗ്രാം യൂണിറ്ററി LLB ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമുക്ക് നോക്കാം. പ്രധാന ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മാർച്ച് 10 ആണ് അപ്ലിക്കേഷൻ ഡേറ്റ്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒഫീഷ്യൽ സൈറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തേക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് അത് വെച്ച് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ മെയിനായിട്ട് എൻട്രൻസ് വരാൻ സാധ്യതയുള്ള ഡേറ്റുകൾ ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ് മെയ് 10, 11, 12 ആണ്. ഓക്കെ, അതിൽ നമുക്ക് ഇവർ ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയ് 10 സാറ്റർഡേ ആണ് LLB എൻട്രൻസിൽ 3 ഇയർ ആയിക്കോട്ടെ 5 ഇയർ ആയിക്കോട്ടെ ഷെഡ്യൂൾ ചെയ്തിരിക്കും. നിലവിൽ ഷെഡ്യൂൾ. ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവർ യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ ഇറക്കി ആയിരിക്കും. അപ്പോൾ മെയ് 10 നമ്മുടെ എൻട്രൻസിൻ്റെ ഡേറ്റ്. അധികം ദിവസങ്ങളില്ല. അപ്പോൾ ഒന്ന് ഉത്സാഹിച്ച് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ക്യാമ്പസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, LLB ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ നമുക്ക് കവർ ചെയ്യണം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഫോർ ദ കണ്ടന്റ്. അപ്പോൾ മെയിനായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കണ്ടന്റ് ഹെൽപ്ഫുള്ളായി ഉറപ്പായി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.